श्रीमते भक्तिवेदांत स्वामिन इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरो वैष्णवां च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितां च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्ता नमोऽस्तुते। तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. ഭാരതഖണ്ഡത്തിന്റെ മഹാത്മ്യവും കലിയുഗത്തിന്റെ പ്രാധാന്യവുമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. 14 ലോകങ്ങളിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈ ഭൗമ ലോകമാണ്, ഭൂമണ്ഡലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം പറഞ്ഞു. ഭൂമിദേവി ഭഗവാന്റെ തന്നെ മൂലസ്വരൂപമാണ്, ഭഗവാന്റെ പത്നിയാണ്, വരാഹമൂർത്തിയുടെ പത്നിയാണ് ഭൂമിദേവി. അതുകൊണ്ട് 14 ലോകങ്ങളിലും മറ്റു ലോകങ്ങളിലുമൊക്കെ ആയുസ്സും സൗകര്യവും ഒക്കെ കൂടുതലുണ്ടെങ്കിലും മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് ഭൂമിദേവിക്കുണ്ട്. ഭൂമിദേവി ഭഗവാന്റെ പത്നി തന്നെയാണ്. അതുകൊണ്ട് ഈ ഭൂമണ്ഡലമാണ് 14 ലോകങ്ങളിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് പൂന്താനം സമർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി, അവനീ തല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ. അതുകൊണ്ട് വിശേഷിച്ചും ഭൂലോകം, ഈ മുഴുവൻ ഭൂമണ്ഡലത്തിനെയാണ് പൂന്താനം പറയുന്നത്, 14ലും ഉത്തമമെന്നല്ലോ വേദവാദികളായ മുനികളും വേദങ്ങളും ബഹുമാനിച്ചു ചൊല്ലുന്നു. 14 ലോകങ്ങളിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈ ഭൂമണ്ഡലമാണ്. ഭൂമണ്ഡലത്തിൽ 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും ഉണ്ട്. സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്ന് വാഴ്ത്തുന്നു പിന്നെയും ലവണാംബുതി മധ്യേ വിളങ്ങുന്ന ജംബൂ ദ്വീപൊരു യോജന ലക്ഷവും. ഈ ഭൂമണ്ഡലത്തിൽ 7 സമുദ്രങ്ങളും 7 ദ്വീപുകളും ഉള്ളതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദ്വീപായിട്ട് പൂന്താനം പറയുന്നത് ജംബൂദ്വീപാണ്. ഏറ്റവും മധ്യത്തിലുള്ള ജംബൂദ്വീപിനെയാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്. അതിന്റെ കാരണവും പറയുന്നുണ്ട്. അല്ല, അതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം
കണ്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തുകൊണ്ടാണ് ജംബൂദ്വീപിനെ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്? ഏഷ്യ ഭൂഖണ്ഡം അതിലായതുകൊണ്ടാണ് പ്രഭു. ഇല്ല, അതിന് ഏഷ്യയുമായിട്ടൊരു ബന്ധമില്ല. പൂന്താനം എന്താണ് പറയുന്നത്? പൂന്താനം ഒരു കാരണം പറയുന്നത് ദിവ്യജനങ്ങളെല്ലാം ജനിക്കുന്നത് ഭഗവാനും പൂന്താനം ഒരു പ്രത്യേക കാരണം പറയുന്നത് കർമ്മങ്ങളെയൊക്കെ മാറ്റുവാനായിട്ട് പറ്റുന്നത് ഈ ഭൂമണ്ഡലത്തിൽ കർമ്മങ്ങൾ മുഴുവനായിട്ട് പോകാനൊക്കെ അത് ഭാരത ഭൂഖണ്ഡം. ഈ ഭൂഖണ്ഡത്തിന് ഭാരതഖണ്ഡത്തെ കുറിച്ചാണ് പറഞ്ഞത് പൂന്താനം. ജംബൂദ്വീപിന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞത്? അല്ലെ, ജംബൂദ്വീപ് അജിത് പ്രഭു. മേരുപർവ്വതം അതിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഇവിടെ ജംബൂദ്വീപിന്റെ നടുക്കാണ്. ഭൂപത്മത്തിനു കർണികയായിട്ടു ഭൂതരേന്ദ്രൻ അതിലല്ലോ നിൽക്കുന്നു. അതിലല്ലോ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ജംബൂദ്വീപിലാണ് നിൽക്കുന്നത്. അത് ഭാരതത്തിലല്ല, ഈ ഭൂമിയിലുമല്ല, ജംബൂദ്വീപിലാണ് അത് നിൽക്കുന്നത്. ജംബൂദ്വീപിന്റെ നടുക്കാണ് മേരുപർവ്വതമുള്ളത്. അതുകൊണ്ടാണ് ഭൂപത്മത്തിനു കർണികയായിട്ട് ഭൂതരേന്ദ്രൻ അതിലല്ലോ നിൽക്കുന്നു. അതുകൊണ്ട് എന്താണ്? സപ്തദ്വീപുകളിൽ ഏറ്റവും ഉത്തമം ജംബൂദ്വീപാണെന്ന് പൂന്താനം പറയുന്നു. അപ്പോൾ ഓരോന്നിന്റെയും പ്രത്യേകത പറയുന്നുണ്ട്. 14 ലോകങ്ങളിൽ ഭൂമണ്ഡലം ഉത്തമമാണെന്ന് പറയാൻ പൂന്താനം പറഞ്ഞ കാരണം എന്താണ്? ഭൂമണ്ഡലമാണ് 14 ലോകങ്ങളിലും ഏറ്റവും ഉത്തമം എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് വിശേഷിച്ച് വസന്തകുമാരി മാതാജി പറഞ്ഞു, ജനങ്ങൾക്ക് ആയുസ് കുറവാണ്. അതുകൊണ്ട് വിശേഷിച്ചു ഭൂലോകം 14ലും ഉത്തമമെന്നല്ലോ. കർമ്മം സമ്പാദിക്കേണ്ടത് കൊണ്ടല്ല അത് ഭാരതഖണ്ഡത്തിലാണ്. ഇവിടെ പൂന്താനം പറയുന്നത് യെസ്, അതാണ് അതിന്റെ മുന്നേ പറഞ്ഞത് അല്ലെ. വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. ഭഗവാന്റെ പത്നിയാണ് ഭൂമിദേവി, ഈ ഭൂമണ്ഡലം. അതുകൊണ്ട് വിശേഷിച്ചും ഭൂലോകം 14ലും ഉത്തമമല്ലോ. 14 ലോകങ്ങളിലും ഏറ്റവും ഉത്തമം ഭൂമണ്ഡലമാണ് എന്ന് പൂന്താനം പറയാൻ കാരണം അത് ഭഗവാന്റെ പത്നിയാണ്. ഭൂമണ്ഡലം എന്ന് പറയുന്നത് ഭൂമിദേവി, ഭൂമണ്ഡലത്തിന്റെ അതിദേവതയാണ്, അധിഷ്ഠാന ദേവതയാണ് ഭൂമിദേവി എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഭൂമണ്ഡലം മുഴുവൻ 14 ലോകങ്ങളിൽ ഉത്തമമാണ് എന്ന് പറയും. ഇനി അതിന്റെ ഉള്ളിലേക്കാണ് വരുന്നത്. ഈ ഭൂമണ്ഡലത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഭൂമണ്ഡലത്തിൽ തന്നെ 7 ദ്വീപുകളുണ്ട്, സപ്തദ്വീപുകളുണ്ട്. ആ സപ്തദ്വീപുകളിൽ ഏറ്റവും ഉത്തമം ജംബൂദ്വീപം ആണ് എന്ന് പറയും. ഏറ്റവും മധ്യത്തിലുള്ള ജംബൂദ്വീപമാണ് എന്ന് പറയും. അതിന്റെ കാരണവും പൂന്താനം പറയുന്നുണ്ട് അല്ലെ. അതിന്റെ കാരണം എന്താണ്? ആ ജംബൂദ്വീപത്തിന്റെ നടുക്കാണ് സുമേരു പർവ്വതം ഇരിക്കുന്നത്. ബ്രഹ്മാവിന്റെ വാസസ്ഥാനമാണ് ആ സുമേരു പർവ്വതത്തിന്റെ ഉപരിയായിട്ടുള്ള ഭാഗം. അവിടെ ബ്രഹ്മാവിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, വാസസ്ഥാനമുണ്ട്. ബ്രഹ്മാവിന് ഇടയ്ക്ക് ഭൂമണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് ബ്രഹ്മാവും മറ്റു ദേവന്മാരും ഒക്കെ മീറ്റിംഗ് കൂടുന്ന സ്ഥലമാണ് സുമേരു പർവ്വതത്തിന്റെ ഉപരി സ്ഥലം. അതുകൊണ്ട് ആ സുമേരു പർവ്വതം ഉള്ളത് കൊണ്ട് ജംബൂദ്വീപം മറ്റു ദ്വീപുകളെക്കാൾ വിശേഷമാണ്. ഭൂപത്മത്തിനു കർണികയായിട്ട് ഭൂധരേന്ദ്രൻ അതിലല്ലോ നിൽക്കുന്നു. ഇതിൽ 9 ഖണ്ഡങ്ങളുണ്ടല്ലോ, അതിലും ഉത്തമം ഭാരതഭൂതലം. അതിലുള്ള 9 വർഷങ്ങളിൽ ഒരു വർഷമാണ് ഭാരതവർഷം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഭാരതവർഷത്തെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്? അതിന്റെ കാരണമാണ് പറയുന്നത്. കർമ്മബീജം അതിൽ നിന്ന് മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിലിരിക്കുന്നവർക്കും കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങും എഴുതന്ന നിർണയം. അപ്പോഴാണ് ഭാരതഖണ്ഡത്തിനെ കുറിച്ച് പറയുന്നത്. ബ്രഹ്മലോകത്തിലിരിക്കുന്നവർക്കും കർമ്മം മുഴുവൻ തീർക്കണമെങ്കിൽ, മുക്തി നേടണമെങ്കിൽ തിരിച്ച് ഈ ഭാരതവർഷത്തിലേക്ക് തന്നെ വരണം, അല്ലെങ്കിൽ ഭാരതഖണ്ഡത്തിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോന്നിന്റെയും പ്രാധാന്യം എടുത്തെടുത്ത് പൂന്താനം പ്രത്യേകം
വേറെ വേറെ ആയിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നു. 14 ലോകങ്ങളിൽ എന്തുകൊണ്ട് ഭൂമണ്ഡലം ഏറ്റവും ഉത്തമമാണ്, 7 ദ്വീപുകളിൽ എന്തുകൊണ്ട് ജംബൂദ്വീപം ഉത്തമമാണ്, ആ ജംബൂദ്വീപത്തിലുള്ള 9 വർഷങ്ങളിൽ എന്തുകൊണ്ട് ഭാരതവർഷം ഏറ്റവും ഉത്തമമാണ് എന്ന് പൂന്താനം പ്രത്യേകം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം കാലത്തിന്റെ പ്രത്യേകതയും പറഞ്ഞു. ഈ സമയം കലിയുഗത്തിന്റെ പ്രത്യേകതയും പറഞ്ഞു. യുഗം 4 നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. മുക്തി ഏറ്റവും എളുപ്പത്തിൽ വരുത്താൻ സാധിക്കുന്നത്, ചുരുങ്ങിയ കാലം കൊണ്ട് വരുത്താൻ സാധിക്കുന്നത് കലിയുഗത്തിലാണ്, അല്ലെ? മറ്റു യുഗങ്ങളിൽ അനേക വർഷം ആയുസ്സുള്ളത് കൊണ്ട്, ലക്ഷക്കണക്കിന് വർഷം ആയുസ് ഉള്ളത് കൊണ്ട് അത്രയും കാലം തപസ് ചെയ്യണം. കലിയുഗത്തിൽ ആയുസ് കുറവായതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം ഭഗവാന്റെ സേവനം ചെയ്താൽ മതി. അതും തപസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ചാൽ മാത്രം മതി. വേറെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും, വേറെ ഒരു യത്നം ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ അനാവശ്യമായിട്ട് നമ്മൾ ഒരു തപസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ നാമസങ്കീർത്തനം മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13 ജനങ്ങളും, മറ്റു ദ്വീപുകൾ 6 മറ്റു ഖണ്ഡങ്ങൾ 8 മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതനം കൈവണങ്ങിയിടുന്നു. അപ്പോൾ ഇതെല്ലാവരും ചിന്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മറ്റു 13 ലോകത്തിലിരിക്കുന്നവരും, മറ്റ് 6 ദ്വീപുകളിൽ ഇരിക്കുന്നവരും, മറ്റ് 8 ഖണ്ഡങ്ങളിൽ ഇരിക്കുന്നവരും, മറ്റ് 3 യുഗങ്ങളിൽ ഇരിക്കുന്നവരും ചിന്തിക്കുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലല്ലോ. കലിയുഗത്തിൽ ഭാരതവർഷത്തിൽ വന്ന് ജനിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്, അല്ലെ? അത്രയ്ക്കും പ്രാധാന്യമാണ് ഈ ഒരു സമയവും ഈ ഒരു പ്രദേശവും എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം വന്നില്ലല്ലോ എന്ന് അവർ പറയുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ, യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. അവരവരുടെ സങ്കടം പറയണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. അവർക്കൊക്കെ വലിയ ചാൻസ് കിട്ടി. അവർ മനുഷ്യരായിട്ട് തന്നെ ഭാരതവർഷത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു ഈ കലിയുഗത്തിൽ. അത് വലിയൊരു ഭാഗ്യമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവര് ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന, ഭാരതവർഷത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവര് പ്രണാമങ്ങൾ പറയുകയാണ്, അവർ നമസ്കരിക്കുകയാണ്. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം. ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുള്ള, കലിയുഗത്തിൽ ഈ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാർ കലിക്കും, ഈ കലിയുഗത്തിനും നമസ്കാരം എന്നാണ് പറയുന്നത്, അല്ലെ? കാരണം എന്താണ്? കലിയുഗം എളുപ്പത്തിൽ എല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെയുള്ള കലിക്കും നമസ്കാരം എന്ന് പറയുന്നു. എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളവർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. അങ്ങനെ മറ്റുള്ളവർ അങ്ങനെയാണ് പറയുന്നത്, നമ്മളെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പൂന്താനം പറയുന്നത്. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. അവരങ്ങനെ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു, കാലം ഇന്നു കലിയുഗമല്ലയോ, ഭാരതം ഈ പ്രദേശവുമല്ലയോ. ഇനി പൂന്താനം നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യമാണ് പൂന്താനം പറയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ലഭിച്ചിട്ട് കലിയുഗത്തിൽ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാർക്ക് മറ്റു പ്രപഞ്ചത്തിലെ ലോകത്തിലുള്ള എല്ലാവരും, ദേവന്മാരും എല്ലാവരും നമസ്കാരം പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് പൂന്താനം അടുത്ത വരികളിൽ പറയുന്നത്. അത് നമ്മൾക്ക് ഇന്ന് നോക്കാം. വായിച്ചോളൂ മാതാജി. ആരത്തി മാതാജി and അഞ്ജലി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കാലമിന്നു കലിയുഗമല്ലയോ,
ഭാരതം ഈ പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ. ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും, ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കുറകയോ. നാവു കൂടാതെ ജന്മമതാകയോ, നമുക്കിന്നീ വിനാശമില്ലായ്കയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ, ചുട്ടു തിന്നുന്നു ജന്മം പഴുതിനാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം, അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം അഴിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അതു വന്നിട്ടി വണ്ണം ലഭിച്ചൊരു മധ്യജന്മത്തിൻ മുൻപിൽ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും, 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി. 10-12 ഉണ്ണിയായിട്ടും പോയി. തന്നെ താനഭിമാനിച്ചു പിന്നിടം, തന്നെ താനറിയാതെ കഴിയുന്നു. എത്ര കാലം ഇരിക്കുമിനിയെന്നും, സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വിഭു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടുന്നിടം, നേർത്തു പോകുമതെന്നെ പറയാവൂ. അത്രമാത്രം ഇരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു, നാണം കെട്ടു നടക്കുന്നീതു ചിലർ. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായി ആടുന്നീതു ചിലർ. കോലതങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി മെളിയുന്നീതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നീതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിശ്ചത്രേ പറയുന്നീതു ചിലർ. കാക്ക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു ബ്രഹ്മവും എനിക്കൊക്ക എന്നും ചിലർ. അത്താശയ്ക്കു വിരുതി വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നീതു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളിൽ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നീതു ചിലർ. മത്തേപം കൊണ്ടു കച്ചവടം ചെയ്തു ഉത്തമ ദുരന്തങ്ങളതു കൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്ന ഇതർത്ഥം ശിവ ശിവ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ.
हरे कृष्णा प्रभु जी। ഹരേ കൃഷ്ണ. താങ്ക് യു ആരതി മാതാജി ആൻഡ് അഞ്ജലി മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ പൂന്താനം ലോകത്തിലുള്ള എല്ലാവരും പുകഴ്ത്തുന്ന 14 ലോകങ്ങളിലും ഉള്ള ദേവന്മാരും മഹർഷിമാരും സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും എല്ലാവരും പുകഴ്ത്തുന്ന ആ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതമീ പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ കലിയുഗമാണ്. എല്ലാവരും പുകഴ്ത്തുന്ന മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്ന് പറയുന്ന ആ കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ വന്ന് ജനിച്ചിട്ടുള്ളത്. ഭാരതം ഈ പ്രദേശവുമല്ലയോ, ഈ പ്രദേശം എന്ന് പറയുന്നത് ജനിച്ച സ്ഥലം ഏതാണ്? ഈ ഭാരതവർഷത്തിലാണ് ജനിക്കാനുള്ള അവസരം കിട്ടിയത് അല്ലെ. അവിടെയാണ് ബ്രഹ്മലോകത്തിൽ നിന്ന് പോലും തിരിച്ചു വരണം. ഇവിടെ വന്ന് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ ഭാരതവർഷത്തിലേക്ക് തിരിച്ചു വരണം. അങ്ങനെയുള്ള ഭാരതവർഷത്തിലാണ് നമുക്ക് ജന്മം കിട്ടിയിട്ടുള്ളത് അല്ലെ. ഭഗവത്ഗീതയുടെ ആദ്യം ഭാഗത്തും ഇത് പറയുന്നുണ്ട്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. കുരുക്ഷേത്രം ഇരിക്കുന്ന ഈ ഭാരതവർഷം എന്ന് പറയുന്നത് ധർമ്മക്ഷേത്രമാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പുണ്യഭൂമിയാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള പ്രദേശമല്ലയോ നമ്മൾ ജനിച്ചിട്ടുള്ളത്? നമ്മളെല്ലാം നരന്മാരുമല്ലയോ? നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് സാധാരണ ജന്മമല്ല. മറ്റു ജീവികളുടെ ശരീരത്തിലല്ല നമ്മൾക്ക് ജന്മം കിട്ടിയിട്ടുള്ളത്, മനുഷ്യ ശരീരത്തിലാണ് ജന്മം കിട്ടിയിട്ടുള്ളത്. ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാന്റെ നാമം കീർത്തിക്കാനുമുള്ള കഴിവ് നമ്മൾക്കുണ്ട്. മറ്റുള്ള ജീവികളോട് നാമം ജപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാമം ജപിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാനും സാധിക്കില്ല. അപ്പോൾ അതിനെല്ലാം സാധിക്കുന്ന ഒരു ജന്മമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെല്ലാം നരന്മാരുമല്ലയോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാവരും മനുഷ്യ ശരീരമല്ലേ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്? ചെമ്മേ നന്നാ നിരൂപിപ്പിനെല്ലാരും. അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനോട് വലിയ നന്ദി ഉണ്ടാകും. ഇത്രയും വലിയൊരു അവസരം എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വലിയ അവസരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും. അതിനെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഹരിനാമങ്ങളില്ലാതെ പോവുകയോ നരകങ്ങളിൽ പേടി കുറയുകയോ. പിന്നെ പൂന്താനം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കാത്തത്? ഇത്രയും അവസരം കിട്ടിയിട്ട് എന്താണ് നമ്മൾ നാമം ജപിക്കാത്തത്? ഹരിനാമങ്ങൾ ഇല്ലാതെ പോകുകയോ, ഭഗവാന് നാമങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ എന്നാണ് പൂന്താനം ചോദിക്കുന്നത് അല്ലെ. ഭഗവാന് നാമങ്ങളില്ലാത്തത് കൊണ്ടാണോ നമ്മൾ നാമം ജപിക്കാത്തത്? ഭഗവാന് ലക്ഷോപലക്ഷം നാമങ്ങളും രൂപങ്ങളും ഉണ്ട് അല്ലെ. ഭഗവാന് എത്ര നാമമുണ്ട്, എത്ര രൂപമുണ്ട് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. അത്രയ്ക്കും നാമങ്ങൾ ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് നാരദ മഹർഷിക്ക് ഒരു പ്രാവശ്യം സംശയമായത്. നാരദ മഹർഷിയോട് സനത്കുമാരന്മാർ പറഞ്ഞു കൊടുത്തു, കലിയുഗത്തിലെ ആളുകൾക്ക് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് നാരദ മഹർഷി സനത്കുമാരന്മാരോട് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ സനത്കുമാരന്മാർ പറഞ്ഞു കൊടുത്തതാണ് നാരദീയ പുരാണത്തിൽ കാണുന്ന ആ ശ്ലോകം. ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്ത്യവ ഗതിരന്യത. കലിയുഗത്തിൽ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ ഹരിയുടെ തിരുനാമ ജപമല്ലാതെ മറ്റൊരു മാർഗമില്ല തന്നെ എന്ന് നാരദ മഹർഷിക്ക് സനത്കുമാരന്മാർ പറഞ്ഞു കൊടുത്തു. നാരദ മഹർഷിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം തിരിച്ച് പോകുന്ന സമയത്താണ് നാരദ മഹർഷി ചിന്തിച്ചത്, ആ ഹരിയുടെ നാമം ജപിക്കണമെന്നാണ് പറഞ്ഞത്. ഹരിക്ക് എത്ര നാമമാണുള്ളത് അല്ലെ? ഭഗവാൻ എത്ര നാമമാണുള്ളത്? ലക്ഷോപലക്ഷം കോടിക്കണക്കിന് നാമങ്ങൾ. ഭഗവാന്റെ നാമങ്ങൾ അനന്തശേഷൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഭഗവാന്റെ നാമങ്ങൾ തീരുന്നില്ല. അപ്പോൾ അതിൽ ഏത് നാമം ജപിക്കണം എന്ന് നാരദ മഹർഷിക്ക് വീണ്ടും സംശയമായി. അപ്പോൾ വീണ്ടും സനത്കുമാരന്മാരുടെ അടുത്ത് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ബ്രഹ്മലോകത്തിലേക്കാണ് പോകുന്നത്, ബ്രഹ്മാവിനോട് തന്നെ, സ്വന്തം പിതാവിനോട് തന്നെ ചോദിക്കാം എന്ന് വിചാരിച്ച്
ബ്രഹ്മാവിനോട് അവിടെ പോയി ചോദിക്കുന്നുണ്ട് നാരദ മഹർഷി. അപ്പോൾ ബ്രഹ്മാവാണ് പറയുന്നത് 16 വാക്കുകളുള്ള ഭഗവാന്റെ നാമമാണ് ജപിക്കേണ്ടത്. ഇതി ഷോഡശകാം നാം കലികന്മഷനാശനം നാദപരതരോപായം സർവവേദേഷു ദൃശ്യതേ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഭാഗവതത്തിലും അത് തന്നെയാണ് പറയുന്നത്. കീർത്തനാദ് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമമാണ് ജപിക്കേണ്ടത്. അത് നമ്മൾക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ തന്നെ നമ്മൾക്ക് അവതരിച്ച് കലിയുഗത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനേ ഗൗരത്തിഷേ നമ നമോ മഹാവതന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനേ ഗൗരത്തിഷേ നമ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കലിയുഗത്തിൽ അവതരിച്ച് ആ കൃഷ്ണപ്രേമം വിതരണം ചെയ്യാൻ വേണ്ടി, ഭഗവാന്റെ നാമസങ്കീർത്തനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ കലിയുഗത്തിൽ അവതരിച്ച് നമ്മൾക്ക് ആ നാമം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. എന്ത് നാമമാണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് ജപിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പൂന്താനം ചോദിക്കുന്നതിന് ഉത്തരമായി, ഹരിനാമങ്ങൾ ഇല്ലാതെ പോകയോ? ഹരിനാമങ്ങളില്ലേ? ഹരിനാമങ്ങളുണ്ട്. അതിലേതാണ് ജപിക്കേണ്ടത്? ഹരേ കൃഷ്ണ മന്ത്രമാണ് ജപിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ നമ്മൾക്ക് ആ ഗുരുപരമ്പരയിലൂടെ അറിയാം. ശീലപ്രഭുപാദരുടെ കാരുണ്യം കൊണ്ട് നമ്മൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നരകങ്ങളിൽ പേടി കുറകയോ? ഇനി നരകങ്ങളിൽ പേടിയില്ലാഞ്ഞിട്ടാണോ? നരകമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടാണോ ആളുകൾ നാമം ജപിക്കാത്തത്? ഈ ഭാരതത്തിൽ ജനിച്ചിട്ടുള്ളവർ നാമം ജപിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആളുകൾ പലരും ഒന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെ സനാതന ധർമ്മത്തിൽ നരകത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അതൊക്കെ മറ്റു മതങ്ങൾക്കാണുള്ളത് നരകം. ഞങ്ങൾക്ക് നരകമൊന്നുമില്ല, എല്ലാം ഇവിടെ തന്നെ എന്ന് പലരും പറയുന്നത് കേൾക്കാം. പക്ഷെ ഭാഗവതത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. 28 നരകങ്ങളെ കുറിച്ച് അവിടെ വിശദമായി പറയുന്നുണ്ട്. ഇനിയും ആയിരക്കണക്കിന് അതുപോലെ നരകങ്ങളുണ്ട് എന്നും പറയും. അതൊന്നും ഭൂമിയിലല്ല, ഭൂമിക്ക് പുറമേയുള്ള മറ്റ് ലോകങ്ങളിലാണ് നരകമൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്നവിടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. നാവ് കൂടാതെ ജന്മമതാകയോ? ഇനി പൂന്താനം സംശയിക്കുന്നത് നമുക്ക് നാവില്ലാഞ്ഞിട്ടാണോ നമ്മൾ നാമം ജപിക്കാത്തത്? നമുക്ക് ഭഗവാൻ നാവും തന്നിട്ടുണ്ട്, ഭഗവാന്റെ നാമവും തന്നിട്ടുണ്ട്, നാമം ജപിക്കാനുള്ള നാവും തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കിനി വിനാശമില്ലായകയോ? ഇനി നമ്മൾ എല്ലാ കാലത്തും എങ്ങനെ ഇവിടെ സനാതനമായിട്ട് ജീവിക്കുന്നവരാണോ? മരിച്ചു പോകാത്തവരാണോ? അതുകൊണ്ടാണോ നാമം ജപിക്കാത്തത് എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതിനാം. അപ്പോൾ ഇത്രയും ഒരു വലിയ സൗഭാഗ്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ എന്നാണ്, നിരൂപണം ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യാതെ, ചിന്തിക്കാതെ ആ ജന്മം അങ്ങനെ വേറെ എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പൂന്താനം എന്താണ് പറയുന്നത്? ചുട്ടു തിന്നുന്നു ജന്മം പഴുതേനാം എന്നാണ്. അത് വളരെ വേസ്റ്റാക്കി കളയുകയാണ്. ഭഗവാന്റെ നാമം ജപിക്കാത്ത ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേസ്റ്റാക്കി കളയുകയാണ്. ചുട്ടു തിന്നുന്നു എന്നാണ്. എത്ര വലിയൊരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടും അത് ഉപയോഗിക്കുന്നില്ല. ഇനി പൂന്താനം പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾക്ക് ഈ ഒരു മനുഷ്യജന്മം കിട്ടിയത്, നമ്മളോടൊന്ന് തിരിഞ്ഞു നോക്കാനാണ് പറയുന്നത്. നമ്മൾ ഇവിടെ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കാനാണ് പറയുന്നത്. ഏതെല്ലാം ശരീരങ്ങളിലൂടെ കടന്നിട്ടാണ് നമുക്ക് ഈ ഒരു ശരീരം, മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളത് എന്ന് തിരിഞ്ഞു നോക്കാനാണ് പൂന്താനം പറയുന്നത്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. ഇത് വലിയ ഭാഗ്യമാണ് എന്ന് പറയും. ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയത് വലിയ സൗഭാഗ്യമാണ്. അതിനേക്കാൾ വലിയ സൗഭാഗ്യമില്ല. അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. നമ്മുടെ കോടി ജന്മത്തിലെ സുഹൃതമാണ് ഈ ഒരു മനുഷ്യജന്മം എന്ന് പറയും. അതിന്റെ മുന്നേ നമ്മൾ കടന്നുപോയിട്ടുള്ള ആ വഴികളെ കുറിച്ചാണ് പൂന്താനം അടുത്ത വരികൾ പറയുന്നത്. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതു വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. എത്രയോ ജന്മം മലത്തിലും ജലത്തിലും മണ്ണിലും മരങ്ങളായിട്ടും
അരിച്ചു നടന്നതും, അങ്ങനെ പല ശരീരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടെന്നാണ്. കൃത്യമായിട്ടുള്ള എണ്ണമൊന്നും പൂന്താനം പറയുന്നില്ല, ഒരുപാട് ശരീരങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നാണ്. പക്ഷെ കൃത്യമായിട്ടുള്ള എണ്ണം പത്മപുരാണത്തിൽ പറയുന്നുണ്ട് എന്ന് പറയും, അല്ലെ? ചൈതന്യ ചരിതാമൃതത്തിൽ അത് എടുത്തു പറയുന്നത്. പത്മപുരാണത്തിൽ എത്ര ശരീരത്തിലൂടെയാണ് നമ്മൾ പോയതിനു ശേഷം മനുഷ്യൻ ജന്മം കിട്ടുന്നത് എന്നൊരു കണക്ക് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിനൊരു ശ്ലോകമുണ്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാൻ ഒന്നുകൂടി പറയാം. ജലജ നവലക്ഷാണി എന്നാണ് അവിടെ പറയാം. ജലജ നവലക്ഷാണി. ഇവിടെ പൂന്താനം ചോദിക്കുന്നുണ്ട്, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞത്, എത്ര ജന്മമാണ് നമ്മൾ ജലത്തിൽ കഴിഞ്ഞത്? പത്മപുരാണത്തിൽ അതിന്റെ ഉത്തരമുണ്ട്, ജലജ നവലക്ഷാണി. ജലത്തിൽ 9 ലക്ഷം ശരീരങ്ങളാണ് ഉള്ളത്. 9 ലക്ഷം തരം ശരീരങ്ങളിലൂടെ കടന്നു പോകണം എന്നാണ് പറയുന്നത്. ജലത്തിൽ പലതരം, ജലത്തിൽ സമുദ്രത്തിലായാലും കുളങ്ങളിലായാലും പുഴകളിലായാലും എല്ലാം കൂടി ചേർത്ത് 9 ലക്ഷം ശരീരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ജലജ നവലക്ഷാണി സ്ഥാവര ലക്ഷവിംശതി. ഇവിടെ പൂന്താനം ചോദിക്കുന്നുണ്ട്, എത്ര ജന്മം മരങ്ങളായി നിന്നതും എന്നൊരു ചോദ്യം. എത്ര ജന്മമാണ് മരമായിട്ട് നിൽക്കുന്നത്? ഇവിടെ പത്മപുരാണത്തിൽ ഉത്തരമുണ്ട്, സ്ഥാവര ലക്ഷവിംശതി. സ്ഥാവരമായിട്ട് നിൽക്കുന്നത്, മരമായിട്ട് നിൽക്കുന്നത് 20 ലക്ഷം സ്പീഷീസിലാണെന്ന് പറയുന്നത്. 20 ലക്ഷം തരം വൃക്ഷങ്ങളുടെ, സസ്യങ്ങളുടെ സ്പീഷീസ് ഉണ്ട്, വർഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് എത്ര ജന്മം മരങ്ങളായി നിന്നതും. എത്ര ജന്മമാണ്? 20 ലക്ഷം തരം ജന്മങ്ങളാണ് മരങ്ങളായിട്ട് നിൽക്കുന്നത്. ജലജ നവലക്ഷാണ്. 9 ലക്ഷം ശരീരങ്ങളാണ് വെള്ളത്തിൽ ജീവിക്കുന്നത്. അതിലൂടെയൊക്കെ കടന്നുപോയി. പിന്നീട് കൃമയോ രുദ്രസംഖ്യാക്യാം എന്ന് പറയുന്നത്, കൃമികീടങ്ങളായിട്ട് ഇഴഞ്ഞു നടക്കുന്ന ജീവികളായിട്ട് ഒക്കെ, ഉരകങ്ങളൊക്കെ ആയിട്ട് എത്ര ലക്ഷമാണ്? 11 ലക്ഷം. രുദ്രസംഖ്യാക്യാം എന്നാണ് പറയുന്നത്. രുദ്രസംഖ്യ, രുദ്രന്റെ സംഖ്യ എത്രയാണ്? രുദ്രന്റെ സംഖ്യ 11 അല്ലെ? 11 രുദ്രന്മാരാണുള്ളത് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ 11 ലക്ഷം തരം ഇഴഞ്ഞു നടക്കുന്ന ജീവികള്, പുഴുക്കള്, കൃമികളൊക്കെ ആയിട്ടാണ്, ക്ഷുദ്രജീവികളൊക്കെ ആയിട്ട് 11 ലക്ഷം ശരീരത്തിലൂടെ കടന്നുപോയി. ഇതൊക്കെ കടന്നു പോയതാണ്. നമ്മുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. 9 ലക്ഷം ജന്മങ്ങളിൽ വെള്ളത്തിൽ കടന്നു. അതേപോലെ 20 ലക്ഷം ജന്മം, ഇത് മിനിമമാണ്, അല്ല മിനിമം അത്രയെങ്കിലും ജന്മം വൃക്ഷങ്ങളായിട്ട് നിന്നു. കൃമികളായിട്ട് എത്ര ലക്ഷം നിന്നു? 11 ലക്ഷം ജന്മങ്ങളിൽ കൃമികളായിട്ട് നടന്നുപോയി. പക്ഷീണാം ദശലക്ഷണം, പറക്കുന്ന ജീവികളായിട്ട്, പക്ഷികളായിട്ട് 10 ലക്ഷം ശരീരങ്ങളുണ്ടെന്ന്. 10 ലക്ഷം ശരീരങ്ങളുടെ പക്ഷികളായിട്ട് കടന്നുപോയി. ത്രിംസം ലക്ഷാണി പശുക്കളായിട്ട്, മൃഗങ്ങളായിട്ട്, നാൽക്കാലികളായിട്ട് 30 ലക്ഷം ശരീരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകം 80 ലക്ഷം ശരീരങ്ങളാണ്. ഈ 80 ലക്ഷം ശരീരങ്ങളിലൂടെ ജലത്തിലൂടെയും മരമായിട്ടും കൃമികളായിട്ടും പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ കടന്നു പോയതിന് ശേഷം മാത്രമാണ്, ഈ 80 ലക്ഷം പാസ് ചെയ്തതിന് ശേഷമാണ് ഒരു വ്യക്തിക്ക്, ഒരു ജീവന് മനുഷ്യന്റെ ശരീരം കിട്ടുന്നത് എന്ന് പത്മപുരാണത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പൂന്താനം ഇവിടെ പറയുന്നത്, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം സുഹൃതത്താൻ. എത്ര ജന്മം നമ്മള് പ്രയാസപ്പെട്ടു. അല്ല, മനുഷ്യജന്മത്തിലാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള ജന്മങ്ങളിൽ നമ്മൾക്ക് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിന് പരിഹാരമൊന്നും ചെയ്യാൻ സാധിക്കില്ല. പരിഹാരം ചെയ്യാൻ സാധിക്കുന്നത് ഒരേ ഒരു ജന്മത്തിലാണ്. മനുഷ്യജന്മത്തിലാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ, അത് വന്നിട്ട് ഈ വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. ഇത്രയും കടന്നുപോയി, ഇതൊക്കെ നമ്മൾ പാസ്സായി. ഇത്രയും 80 ലക്ഷം ടെസ്റ്റ് നമ്മൾ പാസ്സായതിനു ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ വലിയൊരു സക്സസ് ആണ് അത് തന്നെ. മനുഷ്യ ശരീരം കിട്ടിയാൽ തന്നെ വലിയൊരു വിജയമാണ്. മനുഷ്യ ശരീരം കിട്ടാത്ത ജീവജാലങ്ങളെ നമ്മുടെ ചുറ്റുപാടും കാണാം. അല്ല, അവർക്കൊക്കെ ഇനിയും കടന്നു വരണം. ലക്ഷക്കണക്കിന് ജന്മങ്ങളിലൂടെ കടന്നുപോയാലേ ഇനി അടുത്ത മനുഷ്യജന്മം അവർക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾക്കത് നേരത്തെ തന്നെ കിട്ടി, ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു.
എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. അപ്പോൾ ഒരു മനുഷ്യ ഗർഭപാത്രത്തിൽ നമ്മൾ വീണത് വലിയ ഭാഗ്യമാണ്. കർമ്മണാ ദൈവനേത്രേണ, നമ്മുടെ ആ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളൊക്കെ തീർന്നത് കൊണ്ട് മനുഷ്യ ശരീരത്തിൽ പിറവിയെടുക്കാനുള്ള ഒരു അവസരം നമ്മൾക്ക് കിട്ടിയതാണ്. ഇനി അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ മനുഷ്യജന്മം ഇത്രയും ലക്ഷക്കണക്കിന് ശരീരങ്ങളിലൂടെ കടന്നുപോയി കിട്ടിയിട്ടുള്ള ഈ മനുഷ്യ ശരീരം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, വിനിയോഗിക്കുന്നത് എന്നാണ് അടുത്ത വരികളിൽ പൂന്താനം പറയുന്നത്. 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി. നമ്മുടെ ആയുസിന്റെ 10 മാസം ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായ അവസ്ഥയിൽ ചുരുണ്ടുകൂടി കിടന്ന് ഒരു വില്ല് പോലെ വളഞ്ഞ് ഒരു പാക്കറ്റിന്റെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ചതുപോലെ നമ്മൾ 10 മാസം അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വയറ്റിൽ കഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി 10 പന്തീരാണ്ടുണ്ണിയായിട്ടും പോയി. ജനിച്ചതിന് ശേഷം 10-12 വർഷം ഒന്നും അറിയില്ല, അവൻ കുട്ടിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ കളിച്ച് നടന്നുപോയി. അല്ല, അത് പെട്ടെന്ന് പോയി. 10-12 വർഷം കളിച്ച് നടന്നുപോയി. തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താൻ അറിയാതെ കഴിയുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിവ് ലഭിക്കുന്ന സമയത്ത്, ഈ ലോകത്തിനെ കുറിച്ച് തിരിച്ചറിവൊക്കെ ലഭിക്കുന്ന സമയത്ത്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് എനിക്കെല്ലാം അറിയാം, അത് ഞാൻ ചെയ്തോളാം എന്നുള്ള നിലവാരത്തിലെത്തി പിന്നെ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഞാൻ എന്നുള്ള ഭാവത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നാണ് പറയുന്നത്. തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താൻ അറിയാതെ കഴിയുന്നു. ഇത്ര കാലം ഇരിക്കും ഇനിയെന്നും സത്യമോ നമുക്കേതും ഒന്നില്ലല്ലോ. നമ്മൾക്കൊരു ഗ്യാരണ്ടി ഇല്ല എന്നാണ് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഗ്യാരണ്ടി കടലാസ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ എല്ലാ വസ്തുക്കൾക്കും നമ്മൾക്ക് ഗ്യാരണ്ടി ഉണ്ട്, അല്ലെ? നമ്മുടെ സ്ഥലത്തിന് നമ്മൾക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. അതേപോലെ നമ്മുടെ കാറിന്, നമ്മുടെ മിക്സിക്ക്, ഫ്രിഡ്ജിന്, ഇതിനെല്ലാം ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ, എന്തെങ്കിലും കടലാസ് ഉണ്ടോ എന്നാണ് ഇവിടെ പൂന്താനം ചോദിക്കുന്നത്. ഇത്ര കാലം ഇരിക്കും ഇനിയെന്നും സത്യമോ നമുക്കേത് ഒന്നില്ലല്ലോ. നമ്മൾക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നത്. നീർപ്പോള പോലെയുള്ള ഒരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തുപോകും അതെന്നേ പറയാവൂ. നമ്മുടെ ശരീരത്തിനെ പൂന്താനം പറയുന്നത് എന്തുപോലെയാണെന്നാണ്? ഒരു നീർപ്പോള പോലെയാണെന്നാണ് പറയുന്നത്. നീർപ്പോളന്റെ പ്രത്യേകത എന്താണ്? എപ്പോ വേണമെങ്കിലും പൊട്ടിപ്പോകും, അല്ലെ? എപ്പോഴാണ് നീർപ്പോള പൊട്ടിപ്പോകുന്നത് എന്നറിയില്ല. നീർപ്പോള പോലെയുള്ള ഒരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നു. അതങ്ങനെ ശ്വാസം വലിക്കുന്നത് മാത്രം നമ്മൾക്ക് ഗ്യാരണ്ടി ഉണ്ട്. അടുത്ത ശ്വാസം വലിക്കുമോ ഇല്ലയോ നമ്മൾക്ക് ആ ഗ്യാരണ്ടി ഇല്ല. ഓർത്തറിയാതെ പാടുപെടും നേരം, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നമ്മൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഓടുന്ന സമയം നേർത്തുപോകും അതെന്നേ പറയാവൂ. നമ്മുടെ ഓരോ ഓട്ടത്തിലും നമ്മുടെ ഓരോ ദിവസവും കുറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അത്രയേ പറയാനുള്ളൂ എന്നാണ് പൂന്താനം പറയുന്നത്. നേർത്തുപോകുമെതെന്നേ പറയാവൂ. അത്രമാത്രം ഇരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ലാതിരുനാമം. കുറച്ചു സമയം നമ്മൾക്ക് ഭഗവാന്റെ നാമവും ജപിക്കാം എന്നാണ് പൂന്താനത്തിന്റെ അഭിപ്രായം. അതിൽ നമ്മൾ നാമം ജപിക്കാത്തതിൽ പൂന്താനത്തിന് വലിയൊരു സങ്കടമുണ്ട്. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് കിട്ടിയിട്ട്, ഇത്രയും വലിയൊരു സൗഭാഗ്യം നമ്മൾക്ക് കിട്ടിയിട്ട് നമ്മളൊന്നും ജപിക്കാത്തതിൽ, നാമം ജപിക്കാത്തതിൽ പൂന്താനത്തിന് ചെറിയൊരു നിരാശയാണ് അവിടെ പറയുന്നത്. അത്രമാത്രം ഇരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ലാതിരുനാമം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. പിന്നെ നമ്മൾ എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്? നമ്മുടെ ജീവിതം എങ്ങനെയാണ് കടത്തിവിടുന്നത്? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു. എനിക്ക് ആ സ്ഥാനം കിട്ടണം, അല്ലെ? എനിക്ക് മന്ത്രിയാകണം, MLA ആകണം, പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിയിൽ പ്രസിഡന്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓടി നടക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ സമയം കളയുന്നത് എന്നാണ് പറയുന്നത്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചും നാണം കെട്ടു നടക്കുന്നിതു ചിലർ. അതിനുവേണ്ടി ഏത് നാണം കെട്ട പരിപാടിക്കും അവര് സമയം അതിന് വേണ്ടി ചെലവഴിക്കും. നാണം പോലും നോക്കാണ്ട് എന്ത് വേണമെങ്കിലും ഏത് പരിപാടിയും ചെയ്ത് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം, ഏതെങ്കിലും ഒരു വ്യക്തിയോട് ശത്രുത ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമ്മൾക്ക് ശത്രുത ഉണ്ടാവും. അവര് നമ്മളോട് എതിരായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ മത്സരം മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടുള്ള ആ ശത്രുത, അവരോടുള്ള ആ അസൂയ, അത് വെച്ച് അവനെ തോൽപ്പിക്കുന്നതാണ് എന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അവനേക്കാൾ വലിയ രീതിയിൽ വരണം എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം കളയുമെന്നാണ് പറയുന്നത്. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതോ ചിലർ. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ബുദ്ധി. എന്താണ് ബുദ്ധി? എങ്ങനെ ഭഗവാനെ സേവിക്കാം എന്നുള്ളതാണ് ബുദ്ധി. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ് ബുദ്ധി എന്ന്, അല്ലെ? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാ ഉപയാന്തിതേ. എങ്ങനെയാണ് എന്നെ സേവിക്കേണ്ടത് എന്നുള്ള ബുദ്ധി ഞാൻ നിനക്ക് നൽകും. എങ്ങനെയാണെങ്കിൽ എന്റെ നാമം നിരന്തരം ജപിക്കുകയാണെങ്കിൽ എന്നെ എങ്ങനെ സേവിക്കണം എന്നുള്ള ബുദ്ധി ഞാൻ നിനക്ക് നൽകും എന്ന് ഭഗവാൻ അവിടെ പറയും. അപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എങ്ങനെ ഭഗവാനെ സേവിക്കാം എന്നുള്ളതാണ് ബുദ്ധി. പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളിലൊക്കെ ചിന്തിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ബുദ്ധി നശിച്ചു പോകും എന്ന് ഭഗവാനും പറയുന്നു. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ആ ഭഗവാനെ കുറിച്ച് മറന്നുപോയി. സ്മൃതിഭ്രംശം, അല്ലെ? സ്മൃതിഭ്രംശം, ഭഗവാനെ മറന്നുപോയി, ഭഗവാന്റെ സേവനവും മറന്നുപോയി, ഭഗവാന്റെ നാമജപവും മറന്നുപോയി. അങ്ങനെ നമ്മളിവിടെ വീണു പോകുന്നു. അതാണ് ഇവിടെ പൂന്താനം പറയുന്നത്. മതി കെട്ടു നടക്കുന്നിതു ചിലർ. മതി, ആ ബുദ്ധി പോയി. ബുദ്ധിനാശാത് പ്രണശ്യതി. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ കുഞ്ചിരാമനായാടുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. ചില ആളുകൾ സ്ത്രീകളുടെ പുറകെ അങ്ങനെ നടന്ന് അതിന്റെ ആ സമയം കളയും. കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. ചില ആളുകൾ ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ എനിക്ക് ഒരു വലിയ സ്ഥാനം കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ എനിക്ക് പണ്ട് കോലകങ്ങളിലാണ് സ്ഥാനം ഉണ്ടാവുക. ഇന്ന് എവിടെയാണ് സ്ഥാനം? ഇന്ന് ഓഫീസുകളിലാണ് സ്ഥാനം. ആ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് ജീവിതം, ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആയി എന്ന് വിചാരിച്ച് അവരങ്ങനെ കഴിഞ്ഞു പോകുന്നു. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായ ഒരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. ഇങ്ങനെ പല രീതിയിലും ആളുകൾ അവരുടെ സമയം കളയുകയാണ് ചെയ്യുന്നത് എന്ന് അല്ലെ ശങ്കരാചാര്യം പറയുന്നുണ്ട്. ബാലസ്ഥാവൽ ക്രീഡാസക്ത തരുണസ്ഥാവൽ തരുണീസക്ത വൃദ്ധസ്ഥാവൽ ചിന്താസക്ത പരമേ ബ്രഹ്മണി ഗോവിനസക്ത ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. ശങ്കരാചാര്യ പറയുന്നത് തന്നെയാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ബാലസ്ഥാവൽ ക്രീഡാസക്ത, കുട്ടിയായിരിക്കുന്ന സമയത്ത് അങ്ങനെ കളിച്ചു നടന്നു പോയി. കുറച്ച് വലുതായ സമയത്ത് തരുണസ്ഥാവൽ തരുണീസക്ത, കുറച്ച് പ്രായമായ സമയത്ത് സ്ത്രീകളുടെ പുറകെ നടന്നു, തരുണികളുടെ പുറകെ നടന്നിട്ട് സമയം പോയി. വൃദ്ധസ്ഥാവൽ ചിന്താസക്ത, വൃദ്ധനായപ്പോഴാണ് ചിന്തിക്കുന്നത്, ഓ എന്റെ സമയം മുഴുവൻ തീർന്നു പോയി, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു, അങ്ങനെ അവരൊക്കെ ഇപ്പോൾ എന്നെ ഒരു വിലയുമില്ലാതെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് മൂലയ്ക്ക്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തില്ല എന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്. വൃദ്ധസ്ഥാവൽ ചിന്താസക്ത, വൃദ്ധനായപ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. സമയം കഴിഞ്ഞു പോയി, സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പം ചിന്തിക്കുന്നത് എന്ന് പറയും ശങ്കരാചാര്യർ പറയുന്നത്. അപ്പോൾ അതേ കാര്യം പൂന്താനം ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നിതു ചിലർ. ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലോ, നിങ്ങൾ ഇതല്ല ചെയ്യേണ്ടത്, നാമം ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ ദേഷ്യമാണ്. അല്ലെ, നിന്നെ
നീയോ നല്ല രീതിയിൽ ജീവിക്കുന്നില്ല, നീ മറ്റുള്ളവരെ ജീവിക്കാനും സമ്മതിക്കുന്നില്ല എന്ന് ചോദിക്കും. ക്രുദ്ധിക്കും, അവർക്ക് ദേഷ്യമുണ്ടാകും എന്നാണ് പറയുന്നത്. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നിതു ചിലർ. ഭഗവാന്റെ നാമം ജപിക്കാൻ പറയുന്നവർ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് എന്നാണ് പറയുന്നത്, അല്ലെ? അവരാണ് നമ്മൾക്ക് ഏറ്റവും വലിയ നേട്ടം തരുന്നത്. പക്ഷെ അവർ ശത്രുക്കളാണ് എന്ന് വിചാരിച്ച് അവരോട് ദേഷ്യം പിടിക്കുന്നു എന്നാണ് പറയുന്നത്. ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. വന്ദിതന്മാരെ കാണുന്ന സമയത്ത് ആരെയാണോ വന്ദിക്കേണ്ടത്, ആരെയാണോ നിന്ദിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അല്ലെ? കലിയുഗത്തിൽ ആരെയാണ് വന്ദിക്കുന്നത്? ആരുടെ കയ്യിലാണോ പണമുള്ളത് അവരെയാണ് വന്ദിക്കുക, അല്ലെ? വിത്തമേവ മനുഷ്യാണ്. കലിയുഗത്തിൽ വിത്തം ആരുടെ കയ്യിലാണുള്ളത് അവർക്കാണ് എല്ലാ റെസ്പെക്റ്റും കിട്ടുന്നത്. അല്ലാതെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല. വന്ദിതന്മാരെ കാണുന്ന നേരത്തും നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ, അല്ലെ? ഇവന് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കും. കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മൾക്കത് കാണാൻ സാധിക്കും, അല്ലെ? ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മണ്ടനാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. അതാണ് ഇവിടെ പൂന്താനം പറയുന്നത്. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിഷമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ, പല പല ചിന്താഗതികളുള്ള ആൾക്കാർ അങ്ങനെ അവരുടെ ആ സമയം കടത്തിവിടുകയാണ് എന്നാണ് പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ, ഓരോരുത്തരും എന്തൊക്കെ ചിന്താഗതിയിലാണ് അവരുടെ ജീവിതം കടത്തിവിടുന്നത്, അവരെങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം പാഴാക്കി കളയുന്നത് എന്ന് വിശദമായിട്ട് പൂന്താനം വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്ത് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനോ എന്തെങ്കിലും കമന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കിപ്പം പറയാം. ഹരേ കൃഷ്ണ പ്രഭു.